യെസ്, കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പീച്ച് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് ബോഡിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അപ്പർ പോർഷനിൽ ഫുള്ളായിട്ട് സോളിഡായിട്ടും ആ ഒരു ലോവർ പോർഷനിലാണ് ആ ഒരു ഡീറ്റെയിലിംഗ് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് മിഷൻ എംബ്രോയിഡറി കൂടാതെ ആപ്ലിക് വർക്കും കൂടെ നമുക്കിതിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഫുൾ എല്ലാം ബ്ലാക്ക് കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഇതിലൊന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ആ പല്ലുവിൻ്റെ പോർഷൻ ആയാലും ഒരു സൈഡ് മാത്രമാണ്, സിംഗിൾ സൈഡ് മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലും ആ ഒരു ആപ്ലിക് വർക്കും നമുക്ക് ചെയ്തു വന്നിട്ടുള്ളത്. ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്ന ഭാഗത്തായാലും ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എൻഡ് പോർഷനിലും സ്കാലപ്പ് ഡീറ്റെയിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു 3 ഷെയ്ഡ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈ ഒരു എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ആൻഡ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സാരീസൊക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് അപ്പർ പോർഷനിൽ ലോവർ പോർഷനിൽ ഒരു സ്കാലപ്പ് ഡീറ്റെയിൽ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സാരിയുടെ ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു അൺഈവൻ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഈ ഒരു ലുക്ക് നമുക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. ആൻഡ് പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്ന പോർഷൻ ആണെങ്കിലും നല്ലപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 to 7 മിനിറ്റ്സിലൊക്കെ ഡ്രേപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സാരീസ് വന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് കണ്ടോ, പ്ലീറ്റ്സ് ഒക്കെ എടുക്കുവാണെങ്കിലും പെട്ടെന്ന് നമുക്ക് എടുക്കാം. ആൻഡ് നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്നൊരു കൈൻഡ് ഓഫ് സാരി. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നോക്കുവാണെങ്കിൽ സൂപ്പർ നെറ്റ് കോട്ടയിൽ തന്നെ സെയിം ആ ഒരു സ്ട്രൈപ്സിൻ്റെ ഒക്കെ ഒരു സറി വീവിങ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്കാലപ്പ് ഡീറ്റെയിൽ എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു സ്ലീവ്സിൻ്റെ പോർഷനിൽ ഹാഫ് സ്ലീവ് ഒക്കെ എടുക്കുവാണെങ്കിൽ സ്ലീവ്സിൻ്റെ പോർഷനിൽ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആ ഒരു ആപ്ലിക് വർക്കൊക്കെ ചെയ്ത് വരുന്ന രീതിക്കാണ് ഒരു സാരി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ലുക്ക് നോക്കുക, ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് കണ്ടോ, ആ ഒരു ആപ്ലിക് ഡീറ്റെയിലിംഗ് ആൻഡ് ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് എത്ര ഭംഗിയായിട്ടാണ് ഇതിൽ ചെയ്ത് വന്നിട്ടുള്ളതെന്ന് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ആ ഒരു കുഞ്ഞു കുഞ്ഞു സറിയുടെ ഒക്കെ ഒരു പോയിൻ്റ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആ ഒരു ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് സാരിയുടെ ഓവറോൾ ലുക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് കേട്ടോ. ആൻഡ് ഫൈനലി ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു ക്ലൗഡി ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറയാം. ആൻഡ് ആ ഒരു ലോവർ പോർഷനിലാണ് ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു ആപ്ലിക് വർക്ക് ആൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്ത് പോകാൻ ആണെങ്കിലും ഒരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു സാരി. ആൻഡ് മെയിനായിട്ട് ഡ്രൈ ക്ലീൻ തന്നെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാരി ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ബ്ലൗസ്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ് വരുന്നത് BLD 1467 എന്ന കോഡിൽ 3599 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഔട്ട് www.aham.store. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ സാരീസ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു സാരീസ് ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് കൂടാണ്ട് ഒരു 3 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. എല്ലാം നല്ലൊരു ഷെയ്ഡ് ഡെഫിലാണ് ഈ സാരിയുടെ ഒരു അട്രാക്റ്റീവ് ലുക്ക് എന്ന് പറയുന്നത് തന്നെ. ബോഡി നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്കൊരു ഫ്ലോറിൻ്റെ തന്നെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വർക്കാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പർ പോർഷനിലും ലോവർ പോർഷനിൽ നമുക്ക് ലേസ് ഡീറ്റെയിലിംഗ് കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലായും ലോവറിലോട്ട് ഫുൾ ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ തന്നെയാണ് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പറിലോട്ട് വരുമ്പോൾ ഫുൾ നമുക്ക് സോളിഡാണ്. സാരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഷെയ്ഡഡ് എഫക്റ്റ് ഒരു ലൈറ്റ് ടോണിൽ നിന്നും ഡാർക്കിലോട്ടാണ് പോകുന്നതും ഒരു വൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഒരു യെല്ലോയുടെയും കോമ്പിനേഷനാണ് കേട്ടോ. ഒരു കോൺട്രാസ്റ്റ് ലുക്ക് ബ്ലൗസൊക്കെ ഇട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിച്ച്നെസ് ലുക്ക് തോന്നിക്കുന്ന ഒരു സാരിയും കൂടെയാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് സാരിയുടെ വർക്ക് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അതൊരു ഫ്ലോറലിൻ്റെ ബോഡിയിൽ നമുക്ക് സ്കാറ്റേഡ് ആയിട്ട് തന്നെ ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ വരുന്നുണ്ട്. അപ്പർ പോർഷനിലോട്ടും ലോവർ പോർഷനിലോട്ടും നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ആ ഒരു ഷെയ്ഡഡ് എഫക്റ്റ് കാണാൻ തോന്നുന്നു. മിഡിൽ പോർഷനിൽ ഒരു വൈറ്റിൻ്റെതാണെങ്കിലും നമുക്ക് 2 സൈഡിലോട്ടും പോകുമ്പോൾ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡഡ് എഫക്റ്റിലാണ് കേട്ടോ പോകുന്നത്. പ്ലീറ്റ്സൊക്കെ എടുത്താൽ നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നൊരു പ്ലീറ്റ്സും കൂടിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് കാണിച്ചു തരാം. ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന സാരീസാണ് കേട്ടോ. നമുക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിലും ഒരു സ്ലീവ്ലെസ് ബ്ലൗസൊക്കെ ഇട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു ക്ലാസി ലുക്കിന് വെഡ്ഡിങ് വെയർ ആയിട്ടല്ല, ഏതൊരു ഫംഗ്ഷൻ ആയാലും ഒക്കേഷൻ വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന
കളക്ഷൻസും കൂടിയാണ് കേട്ടോ. അതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളതും ഈ ഒരു സെയിം ഷെയ്ഡിൽ തന്നെയാണ്. നമുക്ക് സാരീസിൽ വന്നിരിക്കുന്ന ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ ബ്ലൗസിൽ നമുക്ക് സ്ലീവ്സിൻ്റെ എൻഡിൽ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എൽബോയുടെ സ്ലീവ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു വർക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. യങ്സ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പ്ലീറ്റ്സ് ഒക്കെ എന്ത് ഭംഗിക്കാണ് കിടക്കുന്നത് നോക്കിയേ. ആൻഡ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. ഞാൻ കാണിക്കുന്ന എല്ലാ ഷെയ്ഡും നമ്മൾ ഈ ഒരു ക്രഷ്ഡ് ഓർഗൻസിൽ വന്നത് കൊണ്ടായിരിക്കാം ഇത്രയും അട്രാക്റ്റീവായിട്ട് ആ ഒരു ഷെയ്ഡ് തോന്നിക്കുന്നത് തന്നെ. നമുക്ക് ബ്ലൗസ് പീസും സെയിം ഈ ഒരു ക്രഷ്ഡ് ഓർഗൻസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. സെയിം വർക്ക് ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് ഇപ്പം മാരേജ് ഫംഗ്ഷൻ കസിൻസിനൊക്കെ ആണെങ്കിലും സിസ്റ്റേഴ്സൊക്കെ ഒരുപോലത്തെ സാരീസൊക്കെ നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാവുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ. ആൻഡ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. സെയിം ക്രഷ്ഡ് ഓർഗൻസിൽ തന്നെ. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ ഇത്രയും ഈ ഒരു 4 ഷെയ്ഡും എല്ലാ സ്കിൻ ടോണിനും ഒരുപോലെ നിങ്ങൾക്ക് വേറെ ചെയ്ത് പോകാൻ പറ്റുന്ന ഡേ എന്നോ നൈറ്റ് എന്നോ അങ്ങനെ ഫംഗ്ഷനൊന്നും ഇല്ല. ഏത് ഫംഗ്ഷന് വേണമെങ്കിലും നമുക്ക് ഒരുപോലെ വേറെ ചെയ്ത് പോകാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് BLD 1477. പ്രൈസ് റേഞ്ച് 3999. ഇതിൻ്റെ 4 ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. മൂന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഷെയ്ഡ്സിൽ അൺസ്റ്റിച്ച്ഡ് സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ്. ഒരു പീച്ച് ആൻഡ് ഒരു ബേബി പീച്ച് ചേർന്നിട്ടുള്ളൊരു പിങ്ക് ആൻഡ് ഗ്രേ ഷെയ്ഡ് 3 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. ചന്തേരി ഫിനിഷിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ദുപ്പട്ട, സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം. ഒരു ജാംദാനിയുടെ ഒരു വീവിങ് സ്റ്റൈലൊക്കെയാണ് ഫുള്ളായിട്ട് ആ ഒരു വീവിങ് പാറ്റേൺ നമുക്ക് പോയിട്ടുള്ളത്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ കാണാം. ആൻഡ് ഫസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ആ ഒരു പീച്ച് ചേർന്നിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നതും ആ ഒരു ചന്തേരിയുടെ ഫിനിഷിൽ തന്നെ വന്നിട്ടുണ്ട്. ഹൈലൈറ്റഡ് പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു എൻ പോർഷനിൽ ഒരു വേവി സ്റ്റൈലിലൊക്കെ ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലാണ് കൊടുത്തിട്ട് ആ ഒരു കുഞ്ഞു കുഞ്ഞു ഡയമണ്ട് പാറ്റേൺ ആണ് ആ ഒരു ജാംദാനിയുടെ വീവിങ് പാറ്റേണിൽ പോയിട്ടുള്ളത്. ഗോൾഡൻ സറിയുടെ ഒരു വീവിങ് സ്റ്റൈലും അതിനെ ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ബാക്ക് പോർഷൻ നോക്കുവാണെങ്കിലും സെയിം ആയിട്ട് ആ ഒരു ആഞ്ചൽ പോർഷനിൽ നമുക്ക് ആ ഒരു വീവിങ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. സെൽഫ് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിലും നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു വേവി ലുക്കാണ് നമുക്ക് ആ ഒരു ബോഡിയിൽ നമുക്ക് ത്രൂ ഔട്ടായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എൻ പോർഷനിൽ ആ ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ സറിയുടെ ഒരു വീവിങ്ങും അതേപോലെ തന്നെ ത്രെഡിൻ്റെ ഒരു വീവിങ്ങും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഗ്രേ ആൻഡ് ആ ഒരു ബ്ലാക്കിൻ്റെ ഒരു വീവിങ്ങിലാണ്, ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡിലാണ് ആ ഒരു ത്രെഡ് വീവിങ് നമുക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. ജാംദാനിയുടേത് ഒരു കുഞ്ഞു കുഞ്ഞു ഡയമണ്ട് പാറ്റേൺ ആണ് ആ ഒരു ആഞ്ചൽ പോർഷനിൽ ഫുള്ളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു ദുപ്പട്ടയുടെ ബോഡി ഫുള്ളായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ലുക്കാണ് വന്നിട്ടുള്ളത്. ആൻഡ് ടോപ്പ് വരുന്നത് ഈ ഒരു ലുക്കിലാണ്. ആ ഒരു എൻ പോർഷനിലൊക്കെ നമുക്ക് ആ ഒരു ജാംദാനിയുടെ വീവിങ്ങും അതേപോലെ തന്നെ സറിയുടെ ഒക്കെ ഒരു വീവിങ് പാറ്റേൺ നമുക്ക് പോയിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ പോർഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു കട്ടിങ് ഒക്കെ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡിലാണ്. ഇതിൽ നമുക്ക് റെഡ് കളറിൻ്റെ ആ ഒരു ത്രെഡാണ് വീവിങ് പാറ്റേൺ ആയിട്ട് ഫുള്ളായിട്ട് പോയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ടോപ്പിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ എല്ലാത്തിലും സെയിം ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കൊരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഒരു റൗണ്ട് നെക്കോ വീനൊക്കെ സ്റ്റിച്ച് ചെയ്തിടുവാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. യങ്ങർ ക്രൗഡ് ആണെങ്കിലും എൽഡർ ക്രൗഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരേപോലെ സ്റ്റിച്ച് ചെയ്തിടാവുന്ന ഒരു കളക്ഷനും കൂടെയാണ്. ആൻഡ് സറ്റൂണിൽ വന്നിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ബോട്ടം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു കോഡ് വരുന്നത് LV441 എന്ന കോഡിൽ 2599 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ളതാണ്. ചെക്ക്